أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد إليه يرد علم الساعة وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1672 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 46 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽഅബീദ്. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 46 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു വേദഗ്രന്ഥം നൽകിയ കാര്യം പരാമർശിച്ച ശേഷം ബനു ഇസ്രായേൽ സമൂഹം അതിനെ തുടർന്നു എന്ന് പറഞ്ഞാൽ വ്യക്തമായ മാർഗദർശനം വേദഗ്രന്ഥത്തിലൂടെ അവർക്ക് നൽകപ്പെട്ടതിന് ശേഷവും അവര് ഭിന്നതയിൽ അകപ്പെട്ട കാര്യം അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആളുകൾ ഭിന്നതയിൽ അകപ്പെടാതിരിക്കുന്ന വിധത്തില് അവരെ ആശയപരമായ വ്യക്തത ഉള്ളവരാക്കുന്നതിന് വേണ്ടിയാണ് വേദഗ്രന്ഥം നൽകപ്പെടുന്നത്. ബനു ഇസ്രായേൽ സമൂഹം ഭിന്നതയിലായത് വേദഗ്രന്ഥം ലഭിച്ചതിന് ശേഷം തന്നെയാണ്. പല താല്പര്യങ്ങളുടെയും ആളുകൾ വേദഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവയിൽ ചിലതിനെ ഉയർത്തി കാണിക്കുകയും ചില ഭാഗം കേൾപ്പിക്കാതെ അല്ലെങ്കിൽ കാണാതെയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു നിലപാടാണ് വേദസമൂഹങ്ങൾ പലപ്പോഴും അവരുടെ വിശ്വാസപരമായ ദൗർബല്യം അവരെ പിടികൂടുന്ന ഘട്ടത്തിൽ സ്വീകരിക്കാറുള്ളത്. ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച ശേഷം അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാനത്തിലായിട്ട് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം ഉടനടി തന്നെ തീരുമാനിക്കപ്പെടുമായിരുന്നു എന്നാണ്. ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച അജല് വരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും തീരുമാനങ്ങളിലേക്ക് എത്താനും ഒക്കെ ആയിട്ട് അള്ളാഹു ഓരോരുത്തർക്കും സമയം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുകയില്ല എന്ന ഒരു പ്രഖ്യാപനം, എന്ന ഒരു ദൈവിക
നയം വ്യക്തമാക്കപ്പെടുക എന്നൊരു കാര്യം നേരത്തെ അള്ളാഹു ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവര് ഓരോ സന്ദർഭത്തിലും എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ കാരണമായി തന്നെ അവരുടെ മേൽ ദൈവിക നടപടി വന്നു ചേരുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വൈന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്. തീർച്ചയായിട്ടും അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. വലിയ സന്ദേഹികളും സംശയാലുക്കളുമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. ഈ സന്ദേഹവും സംശയവും ഒക്കെ യഥാർത്ഥത്തിൽ വേദഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിലുള്ള എന്തെങ്കിലും അവ്യക്തത കാരണമായിട്ട് വരുന്നതല്ല. കാര്യങ്ങളെ സമഗ്രമായി ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരിക്കുന്നതിന്റെ ഫലമായിട്ട് വന്നു ചേരുന്നതാണ്. ചിലര് ചില കാര്യങ്ങളെ പൂർണ്ണമായി കണ്ടില്ല എന്ന് വെക്കുന്നു. ചില സംഗതികളുടെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ അതിന് ഒട്ടും പ്രാധാന്യമില്ല എന്ന നിലക്ക് മറ്റു പലതും ഉയർത്തി കാണിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന നിലപാടുകളാണ്. അപ്പോ ഓരോരുത്തരും ഹിഡനായി ദൈവിക തൃപ്തി ഉണ്ടോ ഇല്ലേ എന്നത് നോക്കാതെ കണ്ട് ചില താല്പര്യങ്ങള് അവര് സ്വയം ഭരിച്ചിട്ടുണ്ടാവും. അങ്ങനെ സ്വയം ഭരിച്ചു വെച്ച താല്പര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തില് തങ്ങൾ നിലകൊള്ളുന്നത് ശരിയായ നിലപാട് അടിത്തറയിൽ തന്നെയാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള പിന്നെ വ്യാഖ്യാന കസർത്തുകളാണ് പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത്. സമഗ്രമായി അള്ളാഹുവിന്റെ വേദത്തിലെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരം ഖുർആൻ അതാണല്ലോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ബനൂ ഇസ്രായേലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഉമ്മത്ത് മുസ്ലിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ശരി. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ പദയിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക, ഭാഗികമായിട്ടല്ല അള്ളാഹുവിന് സമർപ്പിക്കേണ്ടത്. ഇക്കാര്യം അള്ളാഹുവിടെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട വിധത്തില് വ്യക്തമാക്കുകയാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുള്ളത് വൺ ക്യാൻ സെർവ് ഗോഡ് ആൻഡ് മാമൺ അറ്റ് ദ സെയിം ടൈം എന്നാണ്. ദൈവത്തെയും പണദേവതയെയും സമ്പത്തിന്റെ ദേവതയെയും ഒരേ സമയം പൂജിക്കുക എന്നത് ഒരാൾക്കും സാധ്യമല്ല എന്നൊരു പ്രയോഗം അല്ലെങ്കിൽ ഒരു പ്രോവർബ് ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. അത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി പറയുകയാണെങ്കിൽ അള്ളാഹുവിനെയും താവൂത്തിനെയും ഒരേ സമയത്ത് ഇബാദത്ത് ചെയ്യുക എന്നത് ഒരാൾക്കും സാധ്യമല്ല. ഒന്നുകിൽ അള്ളാഹുവിന് സമർപ്പിച്ചവനായിക്കൊണ്ട് ജീവിക്കണം, അതല്ലെങ്കിൽ താവൂത്തിന്റെ ആളായിട്ടാണ് അയാൾ ഉണ്ടാവുക. താവൂത്തിനെ സേവിക്കുന്ന വിധത്തില് സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിനെ സേവിക്കാം എന്ന മൂഢധാരണ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തെ പിടികൂടാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സാമ്രാജ്യത്വ ശക്തികൾക്ക് എല്ലാവിധ സേവനം ചെയ്തു കൊടുക്കുകയും ഒത്താശ ചെയ്തു കൊടുക്കുകയും അതേസമയം ഞങ്ങള് തൗഹീദിന്റെ വലിയ ആളുകളാണ് എന്ന് പറയുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ചില കാഴ്ചകൾ നമുക്ക് അറബ് ഇസ്ലാമിക ലോകത്തും അവരെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഭൂപ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികള് അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ മാർഗം സ്വീകരിച്ച ഒരാൾക്ക് പിന്തുണക്കാൻ കഴിയുന്ന ഒരു കൂട്ടരല്ല. അവർ ഈ കാലഘട്ടത്തിലെ താഗൂത്താണ് എന്നതിന് നമുക്ക് പ്രത്യക്ഷത്തിൽ അവരെ വിലയിരുത്തിയാൽ അവരുടെ നിലപാടുകള് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച താഗൂത്തിന്റെ ചില ലക്ഷണങ്ങളുമായി ചേർത്ത് വെക്കുമ്പോൾ അവരാരാണ് എന്നത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. പക്ഷെ ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വത്വം തകർക്കുന്ന വിധത്തിലുള്ള ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും തങ്ങളാണ് തൗഹീദിന്റെ വലിയ ആളുകള്, അഖീദ ശരിയായി കൊണ്ട് നടക്കുന്നവര് എന്ന നാട്യത്തിലാണ് ഇത്തരം ആളുകൾ എന്നതും നമ്മെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന, അതേപോലെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംഗതി നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാനം ഉള്ള ആയത്തിനെ
മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലേക്ക് കിടക്കാം. മൻ അമില സ്വാലിഹൻ ഫലി നഫ്സിഹി. അള്ളാഹു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യം പറയുന്നത്. മൻ അമില സ്വാലിഹൻ, ആരാണോ സൽക്കർമ്മിയായി നിലകൊള്ളുന്നത്, ഫലി നഫ്സി, അത് വേറെ ആർക്കും വേണ്ടിയല്ല, അത് അയാൾക്ക് വേണ്ടി തന്നെയാണ്. ഒരാള് അമലു സ്വാലിഹാത്ത് ചെയ്യുന്നത് മറ്റാർക്കോ വേണ്ടിയാണ് എന്ന് കരുതേണ്ടതില്ല. അതിന്റെ ഗുണവും അതിന്റെ എല്ലാ വിധത്തിലുള്ള പ്രതിഫലവും ഒക്കെ ലഭിക്കാൻ പോകുന്നത് അയാൾക്ക് തന്നെയാണ്. അള്ളാഹുവിന്റെ ആത്യന്തികമായ വിലയിരുത്തലിൽ അമാലു സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലവും അതിന്റെ ഗുണവും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മൻ അമില സ്വാലിഹൻ ഫലി നഫ്സിഹി, അത് അയാൾക്കുള്ളതാണ്. ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം, അതിന്റെ ഗുണം അയാൾക്ക് തന്നെയാണ്. വമൻ അസാഅ ഫഅലൈഹ, ആരെങ്കിലും ചീത്ത കർമ്മമാണ് ചെയ്യുന്നത്, സയ്യിഅത്താണ് ചെയ്യുന്നതെങ്കിൽ, സൂ ആയ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഭവിഷ്യത്തും അതിന്റെ അനന്തരഫലവും അയാൾക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് പ്രതിഫലമായിട്ട് ദുര്യോഗവും ദൗർഭാഗ്യവും ഉണ്ടാവുകയും, അതുപോലെ ദുഷ്കർമ്മം ചെയ്യുന്നവര് ഭാഗ്യവാന്മാരായി വിലസുകയും ചെയ്യുന്ന ഒരു കാര്യം, അത് അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. ഐഹിക ലോകത്ത് അള്ളാഹു ചില ഭാഗ്യ ദൗർഭാഗ്യങ്ങള് അല്ലെങ്കിൽ അവന്റെ വിഭവ വിതരണത്തില് അവൻ്റെതായ ചില നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം കുറച്ച് മാത്രം വിഭവങ്ങൾ നൽകപ്പെട്ട ആള് ഭാഗ്യദോഷിയാണെന്നോ, ധാരാളം വിഭവങ്ങൾ നൽകപ്പെട്ട ആള് ആണെന്നോ അല്ല. മറിച്ച് ആത്യന്തികമായിട്ട് നന്മ തിന്മകളുടെ ഫലം കാണാൻ കഴിയുക അള്ളാഹുവിന്റെ മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പ് നിർവഹിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ്, പാരത്രിക ലോകത്താണ്. അവിടെ എല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാര്യം, സുഹൃതം ചെയ്ത ആളുകൾക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം, അതിന്റെ ഗുണം അവര് നേടുക തന്നെ ചെയ്യും എന്നതാണ്. അതുപോലെ സയ്യിഅത്ത് ചെയ്യുന്നവര് അതിന്റെ ദുരന്തവും ഏറ്റുവാങ്ങേണ്ടി വരും. മറിച്ചുണ്ടാവില്ല. നന്മ ചെയ്ത് ജീവിതകാലം മുഴുവനും അയാൾ അതിൽ വ്യാപൃതനായതിനു ശേഷം അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയുടെ രംഗം എത്തുമ്പോ വിരല് കടിച്ചു പോവേണ്ടി വരുന്ന ഒരവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. അയാള് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ. അപ്പൊ ഇവിടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ആരാധനയും പ്രാർത്ഥനയും അതുപോലെയുള്ളതും മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏത് സുഹൃതവും ഏത് നന്മയും ഈ പരാമർശിക്കപ്പെട്ട അഅ്മാലു സ്വാലിഹാത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു, നിന്റെ റബ്ബ് ഒരു കാരണവശാലും തന്റെ ദാസന്മാരോട് അതിക്രമം ചെയ്യുന്നവനല്ല. അവനൊരിക്കലും തന്നെ ലല്ലാമുൻ ലിൽ അബീദ് അല്ല. ലല്ലാമുൻ ലിൽ അബീദ് എന്ന് പറഞ്ഞാൽ തന്റെ ഇബാദുകളോട് ദുൽമ ചെയ്യുന്നവൻ. അള്ളാഹു ഒരിക്കലും തന്നെ അങ്ങനെയല്ല. അള്ളാഹു തന്റെ ഇബാദുകളോട് ശക്കൂറാണ് എന്ന് പറയുന്ന കാണാം. അവൻ തന്റെ ഇബാദുകളുടെ നന്മ, അവരുടെ സുഹൃതം, അവരുടെ സതുദ്ദേശം ഒക്കെ കാരണമായിട്ട് അവരോട് കൃതജ്ഞത കാണിക്കുന്നവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു നന്മക്ക് നന്മ പ്രതിഫലം നൽകുന്നവനാണ്. തിന്മക്ക് ശിക്ഷയായിട്ട് അതുപോലെയുള്ള ദൗർഭാഗ്യകരമായ സംഗതികളാണ് ഉണ്ടാവുക. ഇതാണ് അള്ളാഹുവിന്റെ വ്യവസ്ഥ. മറിച്ചൊരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ സൗഭാഗ്യകരമായ പ്രതിഫലം ഏറ്റുവാങ്ങുന്നതിന് അർഹനായിക്കൊണ്ട് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അയാള് ദൗർഭാഗ്യവാനായി പോയി എന്ന വിചാരത്തിൽ വിരല് കടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ. എപ്പോഴാണ് ഈ അന്ത്യസമയം?
നിങ്ങൾ കുറെ കാലമായല്ലോ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളോട് ആ ചോദ്യം, അവരുടെ ആ പരാമർശം ആ കാര്യം ഇവിടെ പരാമർശിക്കാതെ തന്നെ അതിനുള്ള ഒരു ഉത്തരം അള്ളാഹു നൽകുകയാണ്. ഒരു സംഭവം ഹദീസില് അങ്ങനെ കാണുന്നത്, ഒരാള് ദൂരെ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, മുഹമ്മദേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ കേൾക്കുന്ന വിധത്തിൽ ആ പറഞ്ഞോളൂ, എന്താണ് ചോദ്യം, എന്താണ് ചോദിക്കാനുള്ളത് എന്ന് പ്രതികരണം നൽകുകയാണ്. അപ്പൊ അയാൾ ചോദിക്കുന്ന ചോദ്യം, എപ്പോഴാണ് ഈ സാഴത്ത് സംഭവിക്കുക, എപ്പോഴാണ് ഈ അന്ത്യസമയം ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞ മറുപടി, എന്ത് ബുദ്ധിശൂന്യതയാണ് നീ ഈ ചോദിക്കുന്നത്? അതൊരിക്കലും തന്നെ ഉണ്ടാവാതിരിക്കില്ല, അത് തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ അത് സംഭവിക്കുന്ന നേരത്തിന് വേണ്ടി നീ ഒരുക്കം നടത്തിയിട്ടുണ്ടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു ചോദിക്കുന്നത്. അതിനുള്ള ഒരുക്കം, സന്നദ്ധത, അന്ത്യനാളിനെ കണ്ടുമുട്ടുന്നതിനുള്ള ഒരുക്കം നീ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പൊ ആളുകൾ സാഴത്തിനെ കുറിച്ച് നിരന്തരമായി സംശയങ്ങൾ ഉന്നയിക്കും. പക്ഷെ ആ സാഴത്തങ്ങ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ട ഒരുക്കങ്ങളോടെയാണോ ഒരാളുള്ളത് എന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും അങ്ങനെയല്ല എന്നതായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ അള്ളാഹു ഈ സാഴത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു മറുപടി നൽകുകയാണ്. ഇലൈഹി ഉറദ്ദു ഇൽമുസ്സാ, അവന്റെ അടുക്കിലേക്കാണ് സാഴത്തിനെ കുറിച്ച്, അന്ത്യസമയത്തിനെ കുറിച്ചുള്ള അറിവ് മടക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അന്ത്യസമയം എപ്പോ സംഭവിക്കും, എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അത്തരം ചോദ്യങ്ങള് മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ പ്രവാചകനിലേക്ക് പോലും മടക്കിയത് കൊണ്ട് കാര്യമില്ല. കാരണം സാഴത്തിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. അത് ഒടുക്കം എത്തിച്ചേരുക അള്ളാഹുവിലേക്കാണ്, വേറെ ഒരാളിലേക്കും അത് എത്തുകയില്ല. കാരണം അത് ഇൽമുൽ ഗൈബിന്റെ ഭാഗമാണ്. അല്ലാമുൽ ഗയൂബ് ആയിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള അറിവ്, അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുള്ളവൻ അള്ളാഹുവാണ്. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാ, ഇൽമുസ്സാഅത്ത്, അന്ത്യസമയത്തെ കുറിച്ചുള്ള, പുനരുത്ഥാന നാളിനെ കുറിച്ചുള്ള, അതുപോലെ യൗമുൽ ഖിയാമയെ കുറിച്ചുള്ള അറിവ്, അത് ഇവൻച്വലി അള്ളാഹുവിലേക്കാണ് മടങ്ങിയെത്തുക. കാരണം കൃത്യമായ അറിവ് അത് സംബന്ധമായിട്ട് അള്ളാഹുവിന് മാത്രമാണുള്ളത്. പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെ ഒരു യാഥാർത്ഥ്യം പുലരാൻ പോകുന്നു എന്ന കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ മാത്രമേ അള്ളാഹു പകർന്നു നൽകിയിട്ടുള്ളൂ. ഇതാർക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, എപ്പോ സംഭവിക്കും അന്ത്യസമയം എന്നത്. അത് മനുഷ്യന്റെ അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിഗൂഢതയാണ്. അത് വെളിപ്പെടുത്തിക്കൂടാ. അത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് സംഭവിക്കും എന്നതല്ലാതെ എപ്പോ സംഭവിക്കും എന്നതും മുൻകൂട്ടി പറയുക സാധ്യമല്ല. ആ അറിവ് അള്ളാഹു ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഇലൈഹി ഉറദ്ദു ഇൽമുസ്സാ വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹ. അപ്പോ ഗൈബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അദൃശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് ഈ അന്ത്യസമയം മാത്രമായി ബന്ധപ്പെട്ടതല്ല. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗൈബായി പരിഗണിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയും നിങ്ങളുടെ നിത്യജീവിതത്തിൽ തന്നെ നിങ്ങൾ ഇടപഴകുന്ന പല മേഖലകളിലുമുണ്ട്. അദൃശ്യമായ അറിവ്, അള്ളാഹുവിന് മാത്രം അറിവുള്ള കാര്യങ്ങളുടെ ലോകം. അതിൽപ്പെട്ട ഒന്നാണ് വമാ തഖ്റുജു മിൻ സമറാത്തിൻ, ഫലവർഗങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ അതിന്റെ കുലകള്, അതിന്റെ കൂമ്പിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള അറിവ്. അത് അള്ളാഹുവിന് മാത്രമുള്ള അറിവാണ്, അറിവിൽപ്പെട്ടതാണ്. അപ്പൊ കൂമ്പുകളിൽ നിന്ന്, വൃക്ഷങ്ങളുടെയും മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ അതിൽ നിന്ന് അതിന്റെ കനികള് വിരിഞ്ഞു വരുന്ന ആ കൂമ്പുണ്ടല്ലോ, അത് അതിൽ നിന്ന് എന്താണ്, എത്രത്തോളമാണ്, ഏത് ക്വാളിറ്റി ഉള്ളതാണ് വിരിഞ്ഞു വരുന്നത് എന്നത് സംബന്ധമായി
അള്ളാഹുവിനാണ് അറിവുള്ളത്. വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹ. അത് വിരിഞ്ഞു വന്ന് ഇപ്പോ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുള്ളത്, മാമ്പൂവും മക്കളെയും കണ്ട് മതിക്കണ്ട എന്നുള്ള ഒരു ചൊല്ല് കാണാം. നമ്മള് ഈയിടെ മാവുകളൊക്കെ നന്നായി പൂത്തത് കാണുകയുണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരുപാട് പൂക്കളും കായ്കളും ഒക്കെ ഒഴിഞ്ഞു വീഴുകയാണ്. പലതും വളരെ കുറച്ച് മാത്രമേ അത് കായയായിട്ട് പിടിച്ച് ഫലം തരുന്ന വിധത്തിൽ വളരുന്നുള്ളൂ. ഒരുപാട് കരിഞ്ഞു കൊഴിഞ്ഞു പോയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോ സമറാത്തില് അതിന്റെ അഖ്മാമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനാണുള്ളത്. പൂക്കൾ കണ്ടുകൊണ്ട് എത്രത്തോളം ഫലസമൃദ്ധി ഉണ്ടാകും, എത്രത്തോളം അത് മാങ്ങയായി മാറും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരളവില്, അള്ളാഹു നിശ്ചയിച്ച ഒരു കണക്കനുസരിച്ച് അവന്റെ അറിവിൽപ്പെട്ട വിധത്തിലാണ് അത് ഉണ്ടാവുക. അപ്പോ ഈ ഗൈബിയായ അറിവ് എന്നത് ഈ അന്ത്യസമയത്തെ കുറിച്ച് മാത്രമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല, വേറെയും പലതും ഉണ്ട്. വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹ. ഇനി വേറെ ഒന്ന്, വമാ തഹ്മിലു മിൻ ഉൻസ. ഏതൊക്കെ സ്ത്രീകളാണ് ഗർഭിണികളാവുന്നത്, അവര് ഗർഭം ചുമക്കുന്നത് ആരൊക്കെയാണ് എന്നത് അള്ളാഹുവിനാണ് അറിയാം. ആരുടെയൊക്കെ ഗർഭപാത്രങ്ങളിൽ കുഞ്ഞ് രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഗർഭപാത്രങ്ങളിൽ രൂപപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഗർഭിണിയാകുന്ന സ്ത്രീകളൊക്കെയും തന്നെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവര് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താറില്ല. വലാ തല്ലഉ ഇല്ലാ ബി ഇൽമി. അങ്ങനെ ഗർഭിണികളാവുന്ന സ്ത്രീകളിൽ ആരൊക്കെ പ്രസവിക്കുന്നു എന്നതും അള്ളാഹുവിന് മാത്രമാണ് അറിയാം. പല സ്ത്രീകളുടെയും ഗർഭത്തിലുള്ളത് വളരെ നേരത്തെ തന്നെ അബോർഷനായിട്ട് പോകാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു കുഞ്ഞായി രൂപപ്പെട്ടോളണം തന്നെ ഇല്ല. അപ്പൊ ഇത് തീരുമാനിക്കുന്ന ഇതൊക്കെ അള്ളാഹുവിന്റെ ഗൈബിയായ അറിവിൽപ്പെട്ടതാണ്, അദൃശ്യമായ അറിവിൽപ്പെട്ടതാണ്. ചില സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ മനുഷ്യന് ചിലതൊക്കെ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ പരിമിതമായ അറിവാണ്. നമ്മൾ സ്കാൻ ചെയ്ത് വളരെ ഹെൽത്തി ആയ കുട്ടിയാണ് എന്നൊക്കെ തീരുമാനിച്ച് യാതൊരു വിധത്തിലുള്ള ന്യൂനതയോ അല്ലെങ്കിൽ വൈകല്യമോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയ കുഞ്ഞ് തന്നെ അത് ചാപ്പിള്ളയായി മരിച്ച കുഞ്ഞായി പുറത്തു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ജനിച്ച കുഞ്ഞിന് പല വൈകല്യങ്ങളും പിന്നീട് നമുക്ക് കണ്ടെത്താൻ പറ്റാറുണ്ട്. ഇതൊന്നും നമ്മുടെ കാഴ്ചയിലോ അറിവിലോ പെട്ട കാര്യങ്ങളല്ല എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് സാഴത്തിന്റെ കാര്യവും. സാഴത്തിന്റെ സമയം നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരിക എന്നത് അള്ളാഹുവിന് സാധിക്കാത്തത് കൊണ്ടല്ല, അള്ളാഹു അത് വെളിപ്പെടുത്തണ്ട എന്ന് വെച്ചതാണ്. ഇതാണ് കാര്യം. അപ്പോ വമാ തഹ്മിലു മിൻ ഉൻസ, ഏതൊക്കെ സ്ത്രീകളാണ്, ഏതൊക്കെ പെണ്ണുങ്ങളാണ് ഗർഭിണികളാവുന്നത്, അതുപോലെ വലാ തളഉ, ആരൊക്കെയാണ് അവയെ പ്രസവിക്കുന്നത്, ഇല്ലാ ബിഇൽമി, ഇതൊക്കെയും അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടത് മാത്രമാണ്. വയൗമ യുനാദീഹിം, ഇനി ഒരു നാളില് അള്ളാഹു അവരെ വിളിക്കാൻ പോവുകയാണല്ലോ. എന്നിട്ട് അവരോട് എന്താ ചോദിക്കുക? വയൗമ യുനാദീഹിം, അവരോട് വിളിച്ചു ചോദിക്കാൻ പോകുന്നത് അയിന ശുറക്കാഇ അല്ലദി, അയിന ശുറക്കാഇ, നിങ്ങള് എന്റെ പങ്കാളികളായി സ്വീകരിച്ചിരുന്നവരൊക്കെ എവിടെ പോയി? എന്നെ പോലെ എനിക്ക് നൽകുന്ന ഇബാദത്ത് പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാനായി ചിലരെ സ്വീകരിച്ചിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി എന്ന് അള്ളാഹു അവരോട് വിളിച്ചു ചോദിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാളിൽ ഖാലു, അവരുടെ മറുപടി, അവര് നൽകുന്ന മറുപടി ഇതാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആദന്നാക്ക മാ മിന്ന മിൻ ഷഹീദ്. ആദന്നാക്ക, ഞങ്ങൾ നിന്നോട് അറിയിച്ചല്ലോ, ഞങ്ങൾ നിന്നോട് ഏറ്റു പറഞ്ഞല്ലോ, ഞങ്ങൾ നിന്നോട് വിളിച്ചു പറഞ്ഞല്ലോ. മാ മിന്ന മിൻ ഷഹീദ്, അങ്ങനെ യാതൊരു കൂട്ടരെയും ഞങ്ങള് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു ഒരു നാളില് മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങളിൽ പലരും എന്നോടൊപ്പം ചില ശരീക്കുകളെ സ്വീകരിച്ചിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി എന്ന്.
അങ്ങനെ ചോദിക്കുമ്പോ അവർക്ക് നൽകാനുള്ള മറുപടി, ഞങ്ങൾ അവരെ ഒന്നും ഇപ്പോ സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്ന് പടച്ച തമ്പുരാനെ നിന്നോട് ഞങ്ങൾ ഏറ്റു പറഞ്ഞതല്ലേ എന്നാണ് അവരുടെ ചോദ്യം. എന്തിനാണ് ഞങ്ങളോട് വീണ്ടും വീണ്ടും അതേ കാര്യം ചോദിക്കുന്നത്? ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞില്ലേ നിന്നോട്, ഞങ്ങൾ അതിനൊന്നും ഇപ്പോ ഷഹീദല്ല, ഞങ്ങൾ അവർക്കൊന്നും ആ വ്യാജ ദൈവങ്ങൾക്കൊന്നും ഞങ്ങൾ സാക്ഷികളാവുന്നില്ല. ആ വ്യാജ ദൈവങ്ങൾക്ക് അവയെ സത്യപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള ഷഹീദായിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നില്ല എന്ന് ഞങ്ങൾ നിന്നോട് പ്രഖ്യാപിച്ചല്ലോ എന്നാണ് ഇവര് പറയുന്നത്. ആദന്ന എന്ന് പറഞ്ഞാൽ അദാനുമായി ബന്ധമുള്ളൊരു പദമാണ്. ആദന്നാക്ക, ഞങ്ങള് നിന്നോട് വിളിച്ചു പറഞ്ഞതാണല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? മാ മിന്നാ മിൻ ഷഹീദ്, അങ്ങനെ ചില ശരീക്കുകളുണ്ട് എന്ന കാര്യത്തിന് ഞങ്ങൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നില്ല. പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിരുന്നു, പക്ഷെ ഞങ്ങളത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് അങ്ങനെ നിന്നോടൊപ്പം ചില ശരീക്കുകളുണ്ട് എന്ന വാദമില്ല. അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിന് സാക്ഷിയായി നിലകൊള്ളാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നാണ് അവരാ ഘട്ടത്തിൽ പറയുക. ആരും തന്നെ അവര് ഭൗതിക ലോകത്ത് ഏതൊക്കെ ശരീക്കുകളെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലും ആ ശരീക്കുകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ആരും തന്നെ മുതിരുകയില്ല, സന്നദ്ധരാവുകയില്ല അന്ന് ആ നാളിൽ. ഇനി അള്ളാഹു പറയുകയാണ്, വലല്ലാൻഹും മാ കാനൂ യദൂന മിൻ ഖബൽ, നേരത്തെ അവർ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോ അവരൊക്കെയും തന്നെ അവരെ കൈയൊഴിഞ്ഞു പൊയ്ക്കളഞ്ഞു. ഇപ്പൊ ആരുമില്ല ഭൗതിക ലോകത്ത്. അള്ളാഹുവിന് പുറമെ അവരാരെയൊക്കെയായിരുന്നു നിഗളിപ്പോടുകൂടി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ പിന്തുണക്കാൻ, ഞങ്ങൾക്ക് വേണ്ട ഇടപെടൽ നടത്താനൊക്കെ ഇന്ന കൂട്ടരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് അവരങ്ങനെ കരുതുകയെങ്കിലും ചെയ്തിരുന്നു. പ്രതിസന്ധി ഉണ്ടാകുമ്പോ, വലിയ സങ്കീർണമായ അവസ്ഥകൾ വരുമ്പോ, ഞങ്ങൾ ഭീഷണി നേരിടുമ്പോ ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ മിലിറ്ററി ബേസിലൊക്കെ ഒരുക്കിയ സന്നാഹങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന മഹാമടയന്മാരും ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കേവലമായ ദിവ്യരൂപങ്ങളോ അല്ലെങ്കിൽ പ്രതിഷ്ഠാരൂപങ്ങളിലൊന്നും അല്ല ഈ ശരീക്കുകൾ ഉണ്ടാവുക എന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. യഥാർത്ഥത്തില് ഇവയൊക്കെ വിഗ്രഹ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധിക്കപ്പെടുന്ന മൂർത്തികളുടെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും എന്നത്. അള്ളാഹുവിന് നൽകേണ്ട ആ ഇസ്തിഖാമത്ത്, അള്ളാഹുവിന് നൽകേണ്ട ആ പ്രതിബദ്ധതയും അവന് നൽകേണ്ട പൂർണ്ണമായ വിധേയത്വവും അത് പകുത്ത്, അല്ലെങ്കിൽ പകുത്ത് എന്ന് പറഞ്ഞൂടാ, 90% അതാണല്ലോ. അപ്പോ കൂടുതൽ കാര്യവും അത്തരം ആളുകളെ ഏൽപ്പിച്ചിട്ട് തങ്ങളുടെ പരിപാടി കേവലം ജപമാലയുമായിട്ട് നിലകൊള്ളലാണ് എന്ന അബദ്ധം ആരെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കേണ്ടത് കൂടിയാണ് ഇക്കാര്യം. വല്ലന്നു, അപ്പൊ ഈ ഘട്ടത്തില് വല്ലല്ലാൻഹും, അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പൊയ്ക്കളഞ്ഞു. ആരാണ് ഒഴിഞ്ഞു മാറി പോയിട്ടുള്ളത്? മാ കാനൂ യദൂൻ, അവര് മിൻ ഖബൽ, നേരത്തെ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോ അല്ലെങ്കിൽ ആരുടെയൊക്കെ സഹായമായിരുന്നോ അവര് തേടിയിരുന്നത്, അത് അള്ളാഹുവിനെ കൈയൊഴിഞ്ഞുകൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിധത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന രീതിയിലുമാണ് എന്നതാണ് അതിനെ തെറ്റായ ശിർക്ക് അടങ്ങിയ ഒരു കാര്യമാക്കി മാറ്റുന്നത്. അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധത്തില് ആരുടെ സഹായവും തേടുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. അത് പ്രാർത്ഥനകളുടെ രൂപത്തില് അള്ളാഹുവിനോടൊപ്പം ശരീക്കായി കണ്ടുകൊണ്ട് ചെയ്യുന്ന അത് ഏതായാലും പ്രത്യക്ഷത്തിലുള്ള ശിർക്ക് തന്നെയാണ്. അതുപോലെയുള്ള എന്നാൽ പരോക്ഷ സ്വഭാവമുള്ള വേറെയും പല ശിർക്കുകളും ഉണ്ട്. പ്രത്യക്ഷത്തിൽ അത് അള്ളാഹുവിനുള്ള വെല്ലുവിളിയാണ്, അള്ളാഹുവിന് പകരമായിട്ട് കാണലാണ് എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഖുർആന്റെ വിവരണം സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ സാമ്രാജ്യത്വ ശക്തികളെ നമ്മുടെ ഔലിയ ആയിട്ട് സ്വീകരിച്ച് അവരുടെ പിന്തുണയും സഹായവും വേണമെന്ന നിലക്ക് നിലപാട് സ്വീകരിക്കുന്നത് തന്നെ വിശ്വാസപരമായ വലിയ അപജയമാണ്, ജീർണതയാണ്, ശിർക്കിന്റെ അടിത്തറയിലാണ് അത് നിലകൊള്ളുന്നത് എന്ന കാര്യം. അപ്പോ ഇങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾ അവര് ഈ ഘട്ടത്തിൽ വല്ലല്ലാൻഹും, അല്ലാഹു അവരെ കുറിച്ച് പരാമർശിക്കുന്നത് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി തെന്നി മാറിപ്പോകും. മാ കാനൂ യദൂന മിൻ ഖബൽ, ആരെയൊക്കെയാണോ
അവർ നേരത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അവരൊക്കെയും തന്നെ. വലന്നു, അവര് കരുതുന്നു അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്നു, മാലഹും മിൻ മഹീസ്, അവർക്ക് ഒരു രക്ഷാമാർഗവും അല്ലെങ്കിൽ രക്ഷാ ഇടവും ഇല്ല എന്ന കാര്യം അവർക്ക് ആ ഘട്ടത്തിൽ ബോധ്യപ്പെടുക. അവര് സഹായികളായിട്ട് സങ്കല്പിച്ചിരുന്നവരൊക്കെയും തന്നെ അവരെ കൈയൊഴിഞ്ഞ് പൊയ്ക്കളഞ്ഞിരിക്കുന്നു. പിന്നെ അവര് മുഖ്യമായിട്ട് രക്ഷകനായിട്ട് കരുതേണ്ടിയിരുന്ന അള്ളാഹു ഇന്ന് അവരെ വിചാരണക്കും ചോദ്യം ചെയ്യലിനും ശിക്ഷക്കുമൊക്കെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ ചെയ്യുമ്പോ ആ സന്ദർഭത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് ബോധ്യമാവുന്നത് വലന്നു മാലഹും മിൻ മഹീസ്, ഇനി അവർക്ക് ഒരു രക്ഷാ ഇടമില്ല എന്ന കാര്യം അവർക്ക് ബോധ്യമാവുകയാണ്. വലന്നു എന്ന് പറഞ്ഞാൽ അവര് സങ്കല്പിക്കുന്നു, അവർ ഊഹിക്കുന്നു. അത് യൗമുൽ ഖിയാമയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഊഹമാണ്. ഇന്നിനി നമുക്ക് രക്ഷപ്പെട്ട് ചെന്ന് കയറാൻ ഒരു ഇടവുമില്ല കേട്ടോ, ഒരു മഹീസും ഉണ്ടാവുകയില്ല എന്നൊരു ബോധ്യം അവർക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. കാരണം അവര് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിന് പകരം, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് പകരം മറ്റ് പലരിലുമാണ് വിശ്വാസം അർപ്പിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നതിന് അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. എന്നാൽ അവര് മേലാളന്മാരായി കണ്ടിരുന്നവരുടെ തിട്ടൂരം ഭയപ്പെടുന്നതിന്, അത് കൃത്യമായി പാലിക്കുന്നതിന് അവര് വളരെ ജാഗ്രതയുള്ളവരുമായിരുന്നു എന്നതാണ് വസ്തുത. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 46 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.